ദേവിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണ് കുടജാദ്രി. കുടജാദ്രി മുടിയിലെ ചിത്രമൂലയിൽ വെച്ചാണ് ലോകഹിതത്തിനായി ആദിശങ്കരൻ ദേവിയെ പ്രത്യക്ഷയാക്കിയത്. 64 തീർത്ഥങ്ങളും 64 ഔഷധ സസ്യങ്ങളും കുടജാദ്രിയെ ജൈവസമ്പന്നമാക്കുന്നു. ഈശ്വര സ്വരൂപനായ ആദിശങ്കരന് മൂകാംബിക ദേവി പ്രത്യക്ഷയായതും ഈ കുടജാദ്രിയിലാണ്. ത്രേതായുഗത്തോളം പഴക്കമുണ്ട് കുടജാദ്രി മലനിരകൾ. വിശ്വാസികൾക്ക് മാത്രമല്ല, പ്രകൃതി സ്നേഹികൾക്കും ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുടജാദ്രി. രാമരാവണ യുദ്ധകാലത്ത് ആഞ്ജനേയൻ അഥവാ ഹനുമാൻ മൃതസഞ്ജീവനിയുള്ള മല കൊണ്ടുപോകുമ്പോൾ ഒരു ഭാഗം അടർന്നു വീണ് കുടജാദ്രി ഉണ്ടായെന്ന ഐതിഹ്യം. ഒരു കാലത്ത് ഇവിടം നിരവധി തപോധനന്മാരാൽ സമ്പന്നമായിരുന്നു. മൂകാസുരനെ ദേവി വധിക്കുന്നതും ഇവിടെ വെച്ചു തന്നെ. വിശ്വാസത്തിനപ്പുറം അസാമാന്യമായ സൗന്ദര്യമാണ് ഈ ഭൂഭാഗത്തിന്. തീർത്ഥാടനത്തിന്റെ എല്ലാ സൗഖ്യവും പ്രദാനം ചെയ്യുന്നു കുടജാദ്രി. അത് എന്തുമാത്രം എൻ്റെ മനസ്സിനെ അത് കുളിർപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റിയില്ല. ആ പൂക്കളും പൂമ്പാറ്റുകളും അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ നടന്ന് പോകുന്നത്. ഒട്ടും ക്ലേശം അറിയില്ല, കാരണം നടന്നിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ജീപ്പ് ഇറങ്ങിയിട്ട് പിന്നെ നടന്നിട്ടാണ് പോകുന്നത്. അത് എൻ്റെ കാലിൻ്റെ മുട്ടിനൊക്കെ അന്ന് വേദന തുടങ്ങിയിരുന്നെങ്കിലും എനിക്ക് പക്ഷെ നടക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ഈ പ്രകൃതിയുടെ ഒരു തരം ലാവണ്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ കോടമഞ്ഞ് ഇങ്ങനെ നമ്മളെ ഒന്ന് തഴുകി കടന്നു പോകുന്ന പോലെ ഇങ്ങനെ പോകും. കോടമഞ്ഞ്, ആ മഞ്ഞിൻ്റെ ഒരു സൗന്ദര്യം, മഞ്ഞിൻ്റെ ഈ ധവളിമായി ഈ മലകളുടെ കുന്നുകളുടെ ഈ പർവ്വത പങ്ക്തികളുടെ ഒക്കെ മേലെ ഇങ്ങനെ നീങ്ങിക്കിടക്കുന്നത് കാണുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അത് കടന്നിട്ടാണ് നമ്മൾ ശങ്കരപീഠത്തിലെത്തുന്നത്. സർവജ്ഞപീഠം എന്നറിയപ്പെടുന്ന ശങ്കരപീഠമാണ് തീർത്ഥാടകരിൽ ഭൂരിഭാഗത്തിന്റെ ലക്ഷ്യം. ചെരുവുകളും കിടങ്ങുകളും സമതലങ്ങളും താണ്ടി പോകുമ്പോൾ അഗസ്ത്യ തീർത്ഥത്തിൽ നിന്ന് അല്പം മാറി ഗണപതി ഗുഹ കാണാം. ഗണപതി വിഗ്രഹത്തിന് പിന്നിൽ ഗുഹ നിഗൂഢമായി നീളുന്നു. അവിടെ നിന്ന് സർവജ്ഞപീഠം എന്നറിയപ്പെടുന്ന ശങ്കരപീഠത്തിലേക്ക് 1/2 കിലോമീറ്ററിനടുത്ത് ദൂരം. അകലെ നിന്ന് സർവജ്ഞപീഠം കാണുമ്പോൾ മനസ്സ് തുടിക്കും. പിന്നിട്ട വഴികളിലെ ക്ഷീണം മറക്കും. അമ്മ മാത്രം മനസ്സിൽ ബാക്കിയാകും. ഒരു പ്രദർശനത്തിന് സമയത്ത് ഭയങ്കരമായ സങ്കടത്തിൻ്റെ വേലിയേറ്റത്തിനിടയിൽ അമ്മയുടെ ഒരു രൂപം ഞാനിങ്ങനെ കണ്ടു. അമ്മ എനിക്ക് എന്തോ ഒരു മഹാത്രിമധുരം തന്ന പോലെ അമ്മ എന്തോ എൻ്റെ നാക്കിൽ തന്നു. അതാണ് എൻ്റെ കവിതയും എൻ്റെ സംഗീതം. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതോ അത് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. കവിതയ്ക്ക് താനേ കിട്ടണം. ആ താനേ കിട്ടിയത് എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയത്. അങ്ങനെ എല്ലാം തന്നത് അമ്മയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്കുള്ളതെല്ലാം ആ കവിത കൊണ്ടോ അല്ലെങ്കിൽ ആ സംഗീതം കൊണ്ടോ മാത്രമല്ല. ശങ്കരപീഠത്തിൽ ആദിശങ്കരന്റെ പ്രതിഷ്ഠയുണ്ട്. സർവജ്ഞപീഠം കയറിയ ഈശ്വര സ്വരൂപൻ ലോകഹിതത്തിനായി തപം ചെയ്ത് മൂകാംബികാദേവിയെ കലിയുഗത്തിനായി നൽകിയ ധന്യാത്മൻ. മൂകാംബികയിൽ നിന്ന് കുടജാദ്രിയിലേക്കുള്ള യാത്ര കുറെ ബോധ്യങ്ങളുടെ കൂടി യാത്രയാണ്. മൂകാംബിക ദേവിയെ തൊഴുത് ഈ വഴി എത്രയും താണ്ടി കുടജാദ്രി മുടിയിലെ ഈ ശങ്കരപീഠത്തിൽ അഥവാ സർവജ്ഞപീഠത്തിലെത്തുമ്പോൾ ഓരോ വിശ്വാസിക്കും ഓരോ യാത്രികനും ലഭിക്കുന്ന അറിവുണ്ട്. അവരവരുടേതായ കർമ്മമേഖലയിൽ കുറുക്കുവഴികൾ തേടാതെ ആത്മസമർപ്പണത്തോടെയുള്ള പരിശ്രമത്തിലൂടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്തുമ്പോൾ ലഭിക്കുന്നത് ആത്മസാക്ഷാത്കാരമാണ്, ആനന്ദമാണ് എന്ന
തിരിച്ചറിവ്.